വ്യത്യസ്ത പിഴച്ച കക്ഷികളുടെ കൂട്ടത്തിൽ ചേർന്നു പോകുന്നതിൻ്റെ മിഫ്താഹ് എന്ന് പറയുന്നത് അൽ ബുഅ്ദു അൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളുകൾ. എന്താണ് അസ്സുന്ന? മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ചര്യയാക്കിയതാണ്. വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ ഇജ്മാ ആയതെന്തോ അതാണ് ജമാഅത്ത്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിയുടെയും സഹാബത്തിൻ്റെയും ആളുകൾ, നബിയുടെയും സഹാബത്തിൻ്റെയും മൻഹജിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, ഇവരുടെ കൂടെയാണ് ചേരേണ്ടത്. ഇതിൽ നിന്ന് തെറ്റിയാൽ പിന്നെ ഏതെല്ലാം പിഴച്ച കക്ഷികളുണ്ടോ അവരിലേക്കൊക്കെ പോകും. അവർ ഖവാരിജികളുടെ വാദങ്ങൾ വാദിക്കും, അവർ ഷിയാക്കളുടെ വാദങ്ങൾ വാദിക്കും, അവർ മുർജിയാക്കളുടെ വാദം വാദിക്കും, അവർ മുഅ്തസിലിയാക്കളുടെ വാദം വാദിക്കും, അവർ ജബരിയാക്കളുടെ വാദം വാദിക്കും, അവർ ഖദരിയാക്കളുടെ കൂടെ കൂടും. ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് മുഴുവൻ ലലാലത്തിൻ്റെ ആളുകളുടെ ആശയമായിരിക്കും. ഈ വ്യക്തിക്കറിയില്ല, ഞാൻ ലലാലത്തിൻ്റെ ടീമിൽ അറിയാതെ ഞാനതിൽ ചേർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യക്തികൾക്ക് സാധിക്കുന്നത്, സംഭവിക്കുന്നത്? അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളുടെ കൂടെ കൂടുന്നില്ല. അവരെ പിഴച്ചവരായും വലാലത്തിൻ്റെ ആളുകളെ ഹിദായത്തിൻ്റെ ആളുകളായും തലതിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വലാലത്തിലേക്ക് പോവാതിരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാതിൽ തുറക്കുക, ജഹാലത്തിലേക്ക് പോവാതിരിക്കാൻ ഇൽമിൻ്റെ വാതിൽ തുറക്കുക, അതേപോലെ ഷിർക്കിലേക്ക് പോവാതിരിക്കാൻ തൗഹീദ് പഠിക്കുന്ന വാതിൽ തുറക്കുക, ബിദ്അത്തിലേക്ക് പോവാതിരിക്കാൻ സുന്നത്ത് പഠിക്കുന്ന വാതിൽ നമ്മൾ തുറക്കുക. അങ്ങനെ ഖൈറിൻ്റെ വാതിലുകൾ തുറക്കുക, ഷർറിൻ്റെ വാതിലുകൾ അടച്ചു കളയുക. എങ്കിൽ ഈ ഉമ്മത്തിന് വിജയമുണ്ടാകും.